ഇനി കള പറിച്ചില്ല, മൂട് കളച്ചില്ല എന്നൊന്നും മേലെ പറഞ്ഞേക്കരുത്. വേഗം പൂക്കാനും കഴിക്കാനൊക്കെ നോക്കിക്കോണം. എന്നിട്ട് വേണം ഇവിടെ മുഴുവൻ ഇത് പറിച്ച് നടാൻ എനിക്ക്. നാട്ടിലായിരുന്നു ഞാൻ കാണിച്ചെന്നനെ. നഗരത്തിലായിപ്പോയത് നിൻ്റെയൊക്കെ ഭാഗ്യം. 100 പുഷ്പങ്ങൾ വിരിയട്ടെ. 1 മാസം സമയം തരാം. അതിനാൻ പൂടാൻ ഭാവമില്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞേക്കാം. അയ്യോ അച്ഛാ, പേടിച്ചു പോയല്ലോ. അച്ഛൻ എന്താ ഈ കാണിക്കണേ? അച്ഛൻ എന്റെ കാര്യം വിട്ടോളൂ, പക്ഷേ മകൻ ഒരു പേര് കേട്ട സയന്റിസ്റ്റ് എന്നുള്ള കാര്യം മറക്കരുതായിരുന്നു. അതിനെന്താ, ഡോക്ടറെ ശാസ്ത്രകാരൻ്റെ അച്ഛനും മണ്ണി കളിക്കാൻ പാടില്ലേ? പാടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം. അച്ഛൻ ഇതൊന്നും ചെയ്യണ്ട. അതെന്താണെന്നേ, എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനിതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആളല്ലേ. ആയിരിക്കാം, പക്ഷേ ഇവിടെ അച്ഛൻ ഇതൊന്നും ചെയ്യരുത്. വന്നേ, അച്ഛൻ ചെന്ന് റെസ്റ്റ് എടുക്ക്. ഓ, ഇക്കണക്കിന് അധികം വൈകാതെ ഞാനൊരു മാറാരോഗിയായി തീരും. എന്തെങ്കിലും ആയിട്ട് നടക്കട്ടെ. കേട്ടോ സുഭദ്രാമ്മേ, ഞാനേ ഒന്നും ചെയ്യാൻ പിള്ളേർ സമ്മതിക്കുന്നില്ല. എങ്ങോട്ട് തിരിഞ്ഞാലും അരുത്, അതരുത്, ഇതരുത്. മടുത്തടോ. നിനക്ക് ഓർമ്മയുള്ളതല്ല, ഞാൻ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ദിവസവും ഒരു 3 മണിക്കൂറെങ്കിലും കിളയ്ക്കുമായിരുന്നു. സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നാലും അങ്ങനെ തന്നെയായിരുന്നു. അധ്വാനമില്ലാത്തൊരു ജീവിതം ഉണ്ടായിരുന്നു എനിക്ക്. ഇതിപ്പോൾ വിശ്രമിച്ചോളാനാണ് പറയുന്നത്. ഈ വിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ നിശ്ചലമായിട്ട് ഇങ്ങനെ ഇരിക്കുക അല്ലേ? എന്ന് വെച്ചാൽ മരിക്കുക. ഞാൻ മരിച്ചിട്ടില്ലല്ലോ, ഉണ്ടോ? സജീവമല്ലേ? പക്ഷെ അങ്ങനെയാകാൻ നമ്മുടെ മക്കൾ സമ്മതിക്കുന്നില്ല. സ്നേഹക്കുള്ളുണ്ടായിരിക്കും അല്ലേ? പോട്ടെ. നാലും മടുത്തിടൂ. എടാ മോനെ, നിനക്ക് ആ അമ്മണിയാനുടെ ഫോൺ നമ്പർ അറിയോ? അറിയാം. എന്താണിപ്പോൾ ഇത്ര അത്യാവശ്യം? അത്യാവശ്യമുണ്ട്. നിന്റെ അച്ഛനും അമ്മ ഇങ്ങനെ എത്തുന്നതിന് മുമ്പ് എനിക്ക് അവരെ ഒന്ന് വിളിച്ച് വരുത്തണം. ഇവിടെ ഒരു കുഴപ്പവും ഇല്ലാതെ വീട്ടിൽ ഇരുന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്ന് എന്തിനാണെന്ന് എനിക്കറിയണം. ഗ്രാൻഡ്പാ പിണക്കമാണോ? വെറുതെ ഇരുന്ന് മേല് ധരിച്ചിട്ടാ ഞാൻ ആ പുറത്തിറങ്ങി തോട്ടത്തിലെ പുല്ലൊക്കെ ഒന്ന് പറിച്ചത്. അപ്പം തുടങ്ങി സ്റ്റാറ്റസിൻ്റെ പ്രശ്നം. ഞാൻ മേലിറങ്ങാതെ ഇതിനകത്തിരുന്ന് പൂതലിച്ച് ഒരു രോഗിയായാലും സാരമില്ല, നിൻ്റെയൊക്കെ സ്റ്റാറ്റസിന് കോട്ടം തട്ടായിരുന്നാൽ മതിയല്ലോ. ഇവിടെ ആരും ആ വക പണികളൊന്നും തന്നെ ചെയ്യാറില്ല. ഒക്കെ പണിക്കാരെ വെച്ചാ ചെയ്യിക്കുന്നേ. ഒരു പണിക്കാരനെ തനി നിറ ഞാനിപ്പോൾ കണ്ട്. 101 തവണ തുണി അഴിച്ചു കൊടുക്കും, വലിയൊരു കൊട്ട് വീടിയും വലിച്ചു തീർക്കും. പോകാൻ നേരത്ത് 200 രൂപയും. ആകെ കളിക്കാനുള്ളതോ ഇത്രയും ചെറിയ മുറത്തിൻ്റെ വലിപ്പമുള്ള പറമ്പും. അതിന് തന്നെ ആളെ കിട്ടാൻ വലിയ പാടാ. ഇതേ പട്ടണവാ. പട്ടണത്തിലൊക്കെ ആൾക്കാർക്ക് കാശ് വെറുതെ കിട്ടുമായിരിക്കും അല്ലേ? ഓ പിശുക്കൻ. ഗ്രാൻഡ്പാ ഇതിലൊന്നും ഇടപെടാൻ പോകണ്ട. പിശുക്കൻ നിന്റെ അമ്മയുടെ. ഹലോ, ആരാ? ഹലോ, അമ്മിണിയാ ചേട്ടാ? നീയാണോ? അളിയൻ എന്തെടുക്കുക? എണീറ്റിട്ടില്ല. മൂപ്പർക്ക് എപ്പോഴും ഉറങ്ങണമെന്നല്ലാതെ വേറെ ചിന്തയൊന്നുമില്ലല്ലോ. അതൊക്കെ പോട്ടമ്മണി, എല്ലാം നേരെ ആയിക്കോളും. ഇപ്പോൾ ഇച്ചിരി അലമ്പ് കാണിക്കുന്നുണ്ടെങ്കിലും അളിയൻ ഉത്തരവാദിത്വ ബോധമൊക്കെ വരും പെങ്ങളെ. ഈശ്വരൻ നിന്നെ അങ്ങനെ അങ്ങ് കൈയൊഴിയുമോ? പിന്നൊരു കാര്യം അമ്മണി, ഞങ്ങൾ മറ്റന്നാൾ മൂകാംബിക്ക് പോവുകയാണ്. ടിക്കറ്റ് എടുത്തോ? കഴിഞ്ഞ മാസമേ ബുക്ക് ചെയ്തതാ. അച്ഛനെ അന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോവില്ലേ? എങ്കിൽ നാളെ ഞാനും ചേട്ടനും കൂടെ അങ്ങോട്ട് വരാം. പത്മിനി ആശുപത്രി പോയതാവൂല്ലേ? അതെ, അവൾക്കിന്ന് ഡേ ഡ്യൂട്ടിയാ. ദീപു മോനെ കൊണ്ടുപോകണുണ്ടോ? അല്ലാതെ പറ്റുമോ? മോനൊരു എക്സ്കർഷൻ മൂടില്ല. കൊണ്ടുപോയില്ലെങ്കിൽ ആകെ ബഹളമായിരിക്കും. മോനിവിടെ നിർത്തില്ലല്ലോ. അതെങ്ങനെയാ? എനിക്ക് മക്കളെ വളർത്തി അത്ര പരിചയമില്ലല്ലോ അല്ലേ ഏട്ടാ? നീ എന്താ ഇങ്ങനൊക്കെ പറയുന്നത്? ഞാനോ പത്മിനിയോ നിന്നോട് ഇതുവരെ എൻ്റെ നിൻ്റെ എന്ന വിധം പെരുമാറിയിട്ടുണ്ടോ?
ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല. ടിക്കറ്റ് എടുത്ത സ്ഥിതിക്ക് ദീപു മോനെ കൊണ്ടുപോയിക്കോളൂ. പക്ഷേ മോനെ 4-5 ദിവസത്തേക്കാണെങ്കിലും പൊന്നുപോലെ നോക്കാൻ അവൻ്റെ അമ്മായിക്ക് കഴിയും എന്ന് പറഞ്ഞതാ പ്രകാശേട്ടാ. എൻ്റെ അമ്മിണി, നീ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്ന വലിയ കഷ്ടമാണ്. ആ, അച്ഛൻ ഇവിടെ വന്ന് നിൽക്കാൻ വലിയ സന്തോഷം കാണുമല്ലേ? അതെ, ഇനി കുറച്ച് ദിവസം അമ്മിണിയുടെ അവിടെ പോകണമെന്ന് പറയുന്നത് കേട്ടു. ആ, പറഞ്ഞിരുന്നോ? അപ്പോഴേ അച്ഛൻ ഇവിടെ നിൽക്കുന്ന തന്നെ വല്ലാത്തൊരവസ്ഥയിലാണ്. അച്ഛൻ്റെ ശരീരം മാത്രമേ ഇവിടെ ഉള്ളൂ, മനസ്സിപ്പോഴും അങ്ങ് നാട്ടിലാണ്. ഫ്ലാറ്റിലെ ജീവിതം പിടിക്കുവോ എന്തോ. ആ, ചേട്ടൻ ഉണരട്ടെ, ഞാൻ പറഞ്ഞോളാം. ശരി. ഗ്രാൻഡ് പാ സൂപ്പ് മാത്രമേ കഴിച്ചോളൂ? ജാ അയ്യോ, സൂപ്പ് മാത്രമേ കഴിച്ചോളൂ? വേറെ എന്താ കഴിക്കാനടാ? ചിക്കൻ, മട്ടൻ, വായിക്ക് രുചിയുള്ള എന്തെങ്കിലും കഴിക്കാൻ നിന്റെ അച്ഛനും അമ്മയും സമ്മതിച്ചിട്ട് വേണ്ടേ? അത് അച്ഛന് നന്നല്ലാത്തോണ്ടല്ലേ വേണ്ടാന്ന് പറഞ്ഞത്. ആ, അതുകൊണ്ട് ഞാൻ ഇന്നത്തെ അത്താഴം ഒരു തക്കാളി സൂപ്പിലങ്ങ് ഒതുക്കി. സാരില്ല, വീട്ടിൽ ചെന്നാ കഞ്ഞി തരാം. ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടാ പോന്നത്. ആ, നമ്മള് കഞ്ഞിയായി പോയി. എന്താണ് ഇവിടെ ഒരു ക്രമപ്രശ്നം? ഒന്നുമില്ല, പട്ടണത്തിലെ ചില വിവരം കെട്ട ആൾക്കാരെ കുറിച്ച് പറയുമായിരുന്നു. എന്താണച്ചാ? എടാ, പട്ടണത്തിനകത്ത് വീടുണ്ടെങ്കിലും ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കൽ പുറത്ത് പോയി ആരും കഴിച്ചെങ്കിലല്ലേ നിനക്കൊക്കെ വയറ് നിറയുള്ളൂ. അച്ഛാ, എല്ലാ വീക്കെൻഡുകളിലും മുടങ്ങാതെ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന എത്ര ഫാമിലീസ് ഉണ്ടെന്ന് അറിയാവോ? ആഹാ, അതെ. അപ്പൊ അതിനൊക്കെ അനുഭവം കിട്ടുന്നുണ്ടല്ലോ. എന്റെ അച്ഛ പാഴ്സൽ മേടിച്ച് വീട്ടിൽ വെച്ച് കഴിക്കുന്നവരും ഉണ്ട്. എഹേ, എടീ, അതുകൊണ്ടാണ് റീജിയണൽ ക്യാൻസർ സെന്റർ എന്ന് പറയുന്ന ആശുപത്രി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോ നിനക്കൊക്കെ എന്തിനാടി MBBS? എന്റെ ദൈവം, അച്ഛൻ്റെ ഒരു കാര്യം. കേരളത്തിൽ അയ്യോ, അയ്യോ അച്ഛ, അച്ഛൻ ഛർദിക്കുന്നുണ്ടല്ലോ. എന്താ പറ്റിയേ? ടൊമാറ്റോ സൂപ്പ് പിടിച്ചു കാണത്തില്ല. അച്ഛൻ ചെന്ന് റെസ്റ്റ് എടുക്ക്, ഞാൻ മരുന്നെടുത്ത് തരാം. പ്രകാശ, ഇത്തിരി വെള്ളം ഇങ്ങടാ. പെട്ടെന്നാവട്ടെ. ഓ, ഒന്നും സാരമില്ല മോളെ, ചെറിയ മനമറിച്ചില്ല, അത്രേ ഉള്ളൂ. ഓ അകത്തേക്ക് വാച്ചാ, ഞാൻ മരുന്നെടുത്ത് തരാം. ഓ മരുന്നൊന്നും വേണ്ട മോളെ, ഇതൊരു രോഗമൊന്നുമല്ല. വയറിന് പിടിക്കാത്തത് അകത്തേക്ക് എന്നാൽ പുറത്തേക്ക് തള്ളും. എനിക്ക് പിടിക്കാത്തത് എന്തോ അകത്തേക്ക് ചെന്ന് പുറത്തേക്ക് പോയി, അത്രേ. എന്നാലും അതല്ല അച്ഛാ. ഇതാ അച്ഛാ. മുമ്പൊക്കെ ഇതുപോലെ വല്ലതും വന്നാൽ നിങ്ങളുടെ അമ്മ ഒരു സൂത്രപ്രയോഗം ചെയ്യും. തുളസിയിലയും മല്ലിയും. ഓ, എന്നാ എരിവാന്നറിയാവോ? ഇപ്പോഴും വായിലങ്ങ് എരിയ. ഏതായാലും അച്ഛൻ ഇവിടെ നിൽക്കണ്ട, നല്ല മഞ്ഞുണ്ട്. ഇനിയും പനിയും ജലദോഷവും ഒന്നും പിടിപ്പിക്കണ്ട ഇവിടെ നിന്നിട്ട്. വാ. ആണോ, ഇതാ കുഴപ്പം. മഞ്ഞ് പറ്റില്ല, മഴ പറ്റില്ല, വെയിൽ തീരെ പിടിക്കില്ല, പ്രകൃതിയെ തന്നെ പേടി. പിന്നെ എങ്ങനെയാ മനുഷ്യൻ രോഗം വരാതിരിക്കുന്നത്? നീ ഈ കുഴൽ കുന്തോ തോളായിട്ട് നടക്കുന്നത് എന്താണ്? അച്ഛനൊന്ന് അകത്തേക്ക് വന്നേ, വാ. ഓ, മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ സമ്മതിക്കാതെ 2-3 പ്രേതങ്ങൾ. പതുക്കെ. ഇതാ ഇപ്പൊ നന്നായത്. കൊച്ചു പിള്ളേര് തല തോർത്തി ഇതിനേക്കാൾ നന്നായിരിക്കും. മുടി അപ്പടി വെള്ളം വന്നല്ലോ. ആ, ചുമ്മാ ഇരിക്കും സുഭദ്രേ. വല്ല ജലദോഷം വന്ന് കിടപ്പിലായാലോ? ഓ, ഇത്തിരി പുളിക്കും. മഞ്ഞെന്നും മഴയൊന്നും ഇല്ലാതെ വെളുപ്പിനെ എഴുന്നേറ്റ് പൂട്ടാൻ പോകുന്ന എനിക്കാ ജലദോഷം. പൂവാമ്പരടി. മൂടിയുടെ ശൈലി കളഞ്ഞു. ദീനം പിടിച്ചു അല്ലേ? സാരമില്ല, ഇച്ചിരി കഷായമാ. ഇതങ്ങ് കുടിച്ചാട്ടെ. ദീനം പോയ വഴി കാണിയല്ല. ഓ, ഇതങ്ങോട്ട് കുടിച്ചാട്ടെ. എഴുന്നേക്ക്.
പതുക്കെ. ഉറങ്ങിക്കോ. സുഭദ്രാമേ, സുഭദ്രാമോ, എന്തോ? അങ്ങോട്ട് എണീക്ക്, പുലർന്നു. ഇത്തിരി കൂടെ അവിടെ കിടന്നേ. കൊയ്ത്തും കിളയും ഒന്നും ഉള്ള ദിവസം അല്ലല്ലോ. ഓ, അതെന്ന് വിചാരിച്ച് ശീലം മാറ്റാൻ പറ്റുമോ? താനങ്ങ് എണീക്ക്. ഓ, ശീലം. ഇവറ്റകൾക്കൊക്കെ നേരം പുലരുന്നത് ഇത്ര കൃത്യമായിട്ട് എങ്ങനെ മനസ്സിലാവുന്നോ ആവോ. ദാ വരുന്നടാ മക്കളെ, എഴുന്നേര്. ആ, ശരി. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടടോ. എടാ മോനെ, നിന്റെ അച്ഛനും അമ്മയൊക്കെ എന്തിടാ? അവര് മോളിരുന്ന് പെട്ടിയൊരുക്കുക. പെട്ടി എടുക്കുന്നു. ഇവരിത് എങ്ങോട്ടുള്ള യാത്രയാ? അച്ഛാ, കഞ്ഞി കുടിക്കാം. ആ, അല്ല, ഈ ദീപുമോൻ പറഞ്ഞു നിങ്ങൾ നാളെ എവിടെയോ യാത്ര പോകുന്നു. ഞങ്ങൾ മുമ്പ് പറഞ്ഞിരുന്നില്ലേ അച്ഛാ, മൂകാംബിക്കൊരു യാത്ര. മൂകാംബിക? ആ, മൂകാംബികയ്ക്കാകുമ്പോൾ എനിക്കും വരായിരുന്നല്ലോ. എന്താ ആരും എന്നോട് പറയായിരുന്നു? അച്ഛാ, അത് കഴിഞ്ഞ മാസമേ ടിക്കറ്റ് റിസർവ് ചെയ്തതാ. അല്ലെങ്കിലും അച്ഛൻ എങ്ങനെ അത്ര ദൂരം യാത്ര ചെയ്യണത്? എന്താ യാത്ര ചെയ്താൽ? അത് ഇപ്പോൾ ഒരു ദൂരയാത്ര അച്ഛന് പാടില്ല, അതുകൊണ്ടാ. വയ്യാതിരിക്കുമ്പോൾ ആവശ്യമില്ലാത്തൊരു യാത്ര കൂടി ചെയ്ത് വെറുതെ പൊല്ലാപ്പുണ്ടാക്കല്ലേ അച്ഛാ. ഉം. കാറെടുക്കാമായിരുന്നു, പക്ഷെ അത്ര ദൂരം ഓടിക്കുന്ന കാര്യം ഓർത്തിട്ടാ. അച്ഛനെ ഞങ്ങൾ കുറച്ച് ദിവസം അമ്മണിയുടെ അവിടെ നിർത്താമെന്ന് വിചാരിക്കുക. വേണ്ട, ഞാൻ എൻ്റെ വീട്ടിൽ പോയിക്കോളാം. വീട്ടിൽ പോവാനോ? നല്ല കാര്യമായി. ഡോക്ടർ കൈമള് പ്രത്യേകം പറഞ്ഞിരിക്കുക അച്ഛന് ഫുൾ റെസ്റ്റ് വേണമെന്ന്. അതെ, അമ്മണിയുടെ അവിടെ ആകുമ്പോൾ ഹോസ്പിറ്റലും അടുത്താ. ആ, ആ ഒരു ആശ്വാസത്തിലാണ് ഞങ്ങൾ ഈ യാത്ര മാറ്റിവെക്കേണ്ടതെന്ന് തന്നെ തീരുമാനിച്ചത്. മാത്രമല്ല അച്ഛാ, ദീപുവിന് ആനുവൽ എക്സാം വരിക. അല്ലെങ്കിലും ഏതൊരു കാര്യം ഒരിക്കൽ മാറ്റിവെച്ചാൽ പിന്നെ അതങ്ങ് നീണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ആ, ശരി ശരി, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. ഞാൻ തടസ്സം നിൽക്കുന്നില്ല. ഞാൻ ഏത് നരകത്തിലേക്ക് വേണേലും പോയിക്കോളാം. അമ്മാവ്, ഞാനങ്ങോട്ട്. കോടതിയിലേക്കായിരിക്കും. അതെ. സിവിലോ ക്രിമിനലോ? ക്രിമിനൽ. സിവിൽ എന്നതാ? ഒന്നിലും അല്ല അതിൽ തർക്കം, അല്ലെങ്കിൽ വഴി പ്രശ്നം. ആ വക ചീള് കേസുകളൊന്നും ഞാൻ എടുക്കാറില്ല അമ്മാവ. ആ, പിന്നെ എടി അമ്മിണിയേ, നീ വേഗം വരുന്നുണ്ടെ ഞാൻ നിന്നെ ബാങ്കിൽ ഡ്രോപ്പ് ചെയ്യാം. വരുന്നുണ്ടോ നീ? ആ, ദാ വരുന്നു. രത്നട്ടി ചെന്ന് കാറി ഓ, കയറുമ്പോ ഓ. ഞാൻ എത്തിക്കോളാം. എന്നാ ഞാൻ അച്ഛാ,
ഊണ് വിളമ്പി അടച്ചു വെച്ചിട്ടുണ്ട്. മോരുകറി മാത്രമേ കൂട്ടാളൂ. പരതോരനുണ്ട്. ആ പപ്പടം മുളക് ചമ്മന്തി ഒന്നും എടുത്ത് കഴിച്ചേക്കില്ല. അതാ പണിക്കാരി പെണ്ണിനുള്ളതാ. അച്ഛൻ അതൊന്നും കഴിക്കാൻ പാടില്ല. ഉഫ്. ആ പിന്നെ ആക്രിക്കാരന് പിരിവാരും വന്ന് ബെല്ലടിക്കും. തുറക്കണ്ട, ആര് വിളിച്ചാലും തുറക്കണ്ട. കേട്ടോ അച്ഛാ? ആ അതെ, അപ്പോൾ ഏതോ ഒരു പെണ്ണ് അടുക്കള വേലയ്ക്ക് വരുമെന്ന് പറഞ്ഞ്. അയ്യോ, ഞാനതൊക്കെ മറന്നുപോയി. അവള് വന്നാൽ മാത്രം അകത്ത് കയറ്റിയാൽ മതി. ആ പിന്നെ അവളെങ്ങാനും അച്ഛൻ വേലക്കാരത്തുനിന്നോ പണിക്കാരത്തുനിന്നും വിളിച്ചു പോവരുത്. അതെന്താ അവൾ അടുക്കള വേലയ്ക്ക് വരുന്നുള്ളല്ലേ? ആ, തന്നെ. പക്ഷെ ഹൗസ് മെയ്ഡിനെ പറയാവൂ. ഓ, ഹൗസ് മെയ്ഡ്. എന്ത് വേണ്ടാരെങ്കിലാട്ടെ, അവൾക്കൊരു പേരുണ്ടാവുമല്ലോ. ആ ഉണ്ട്, സരസ്വതി. പേര് വിളിക്കണമെങ്കിൽ സരസ്വതിനെ വിളിക്കാവൂ. ആഹാ, അപ്പോൾ സരസ്വതി എന്ന് വിളിച്ചാലും കുഴപ്പമാണോ? ഹ, ദൈവത്തിൻ്റെ പേര് വിളിച്ചാലും കുഴപ്പമാണ്. ഒക്കെ പ്രശ്നം അച്ഛാ. ഇത് പട്ടണാ. എന്തിനാളെ കിട്ടാൻ വലിയ പാടാ. ആ അതാ. അപ്പോൾ പുരുവേലത്തുനിന്ന് വറചട്ടിയിലേക്കായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ അച്ഛാ, വാതിൽ കുറ്റിയിടണം. സരസു ബെല്ലടിച്ചാലും ജനലിൽ കൂടെ നോക്കിയിട്ട് തുറക്കാവൂ. ആ, ഞാൻ അങ്ങനെ ചെയ്യത്തുള്ളൂ. നീ പോ, ലവനോടെ കാത്ത് നിൽക്കുക. ആര്? നിന്റെ കെട്ടിയോൻ. അവനേതാണ്ട് വലിയ ക്രിമിനൽ കേസ് ഏതാണ്ട്, അല്ല കേസ് വാദിക്കാനാ കേട്ടോ. എന്തോന്ന് ക്രിമിനൽ കേസ്? അതവിടെ പാർട്ടിക്കാർ ചെറുക്കന്മാരുടെ വല്ല അടിപിടി കേസും ആയിരിക്കും. ആ ഇല്ലെങ്കിൽ അതേനുണ്ടോ കോട്ടും ഗൗണും ധരിക്കുന്നേ. അതാ ഞാനും ആലോചിക്കുന്നേ. ആ വെറുതെ ഇരുന്ന് മുഷിമ്പോ കിടന്നേക്കരുത്. അധികം ഉറങ്ങണം നന്നല്ല. ആഹാ, ആ പിന്നെ ചായ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ അധികം മധുരം ഇടരുന്ന് സരസുനോട് പറയണം. പഞ്ചാര അച്ഛന് പാടില്ല. അച്ഛന് പ്രായമായിരിക്കുകയാണ്, പഞ്ചാര പാടില്ലെന്നറിയാം. അനുവദനീയമായ വല്ലതും ഉണ്ടോ ഇങ്ങോട്ട് പറ. ഓ വരട്ടെ അച്ഛാ. ഓ, ലവൻ അവിടെ നിന്ന് മുഷിഞ്ഞ് കഴിവേറി കാണും. നീ എന്താ ഇവിടെ? ഞാൻ വരുന്ന കാര്യം അമ്മണി ചേച്ചി പറഞ്ഞില്ലായിരുന്നോ? ആ, ഓ, ഹൗസ് മെയ്ഡ്. അപ്പോൾ ഇവിടെ നീ തന്നെയാണോ? ഇവിടെ മാത്രമല്ല, വേറെ 3-4 കൂടി ഉണ്ട് സാറേ. ഓ, അത് ശരി. അതാണ് അമ്മണി എൻ്റെ പറഞ്ഞ അടുക്കളക്കാരി വരുന്നുണ്ടെന്ന്. അല്ല, ഹൗസ് മെയ്ഡ്. പേര് സരസ്വതി എന്നാണെന്നും പറഞ്ഞു. അല്ല, ആ സരസ്വതിയാണ് ഈ സരസ്വതി എന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഓർക്കാൻ സാധ്യതയില്ല. കമലമ്മ, സരസ്വതി, കല്യാണി, കാർത്യായനി തുടങ്ങിയ പേരുകൾ എന്നും വേലക്കാർക്ക് മാറ്റിവെച്ചിട്ടുള്ളതാണല്ലോ. സരസു മറ്റൊരാളാണെന്ന് സാർ ന്യായമായും വിചാരിച്ചു കാണും. പിന്നെ സരസ്വതി, അത് പഴയ വല്ല പരിചയക്കാരുമായിരിക്കും. എൻ്റെ പൊന്നു വെച്ചാൽ ഞാനൊരു സീനിയർ സിറ്റിസൺ. ഓ, സീനിയർ സിറ്റിസൺമാരുടെ കാര്യമൊന്നും പറയണ്ട. നമുക്കറിയാം ബസ് യാത്ര ചെയ്യുമ്പോൾ. ദൈവമേ, സീനിയർ ആയിട്ടും കുഴപ്പമോ? എന്തൊരു സാധനോടാ. അച്ഛൻ നല്ല ആളാ. വാതിൽ കൊളുത്തിടാതെ ഇവിടെ ഒന്ന് കിടക്കുകയാണല്ലേ. ഓ, രത്നാകരൻ ഇപ്പോഴാ അങ്ങോട്ട് ഇറങ്ങിയത്. മണി 5 കഴിഞ്ഞല്ലോ. നീ വരാറായെന്ന് വിചാരിച്ചു. ഞാനാണെങ്കിൽ ഉറങ്ങിയിട്ടുമില്ലേ. എന്നാൽ ഇത് നഗരമാണ്. എപ്പോഴെന്താന്നൊന്നും പറയാനൊക്കെയില്ല. ആരെയും വിശ്വസിച്ചൂടാ അച്ഛാ. കണ്ണെന്ന് തെറ്റിയ കിഡ്നി വരെ അടിച്ചു മാറ്റുന്ന പാർട്ടികളാ. അല്ല, ഈ രത്നാകരൻ എന്താ ജോലി? അയ്യോ, കിഡ്നി അടിച്ചു മാറ്റുന്ന ജോലിയൊന്നുമല്ല, വക്കീലാ. അത് മനസ്സിലായി. അവൻ ദിവസവും രാവിലെ കോടതിയിലേക്കെന്നും പറഞ്ഞ് പോവും. ഉടനെ തന്നെ മടങ്ങി വരും. ഇവനെന്താ കേസും വരുമാനമൊന്നും ഇല്ലാത്ത വക്കീലാണോ? വരുമാനം രത്നേട്ടന് പാർട്ടിയിൽ നല്ല ഹോൾഡാ അച്ഛാ. പൊളിറ്റിക്സ് അത്ര മോശമായ ഫീൽഡാണോ? എന്തോ എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ കണ്ട പൊളിറ്റീഷ്യന്മാരൊക്കെ ശുദ്ധഗതിക്കാരും കാലണയ്ക്ക് വരുമാനം ഇല്ലാത്തവരുമാണ്. ഓ, ഇത് നഗരമാണല്ലോ. ഇവിടുത്തെ പൊളിറ്റീഷ്യന്മാർക്കൊക്കെ നല്ല വെട്ടുമേനി ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കും. അതച്ഛാ, മനസ്സിലായി. നിനക്ക് ബാങ്ക് ജോലി ഇല്ലായിരുന്നെങ്കിൽ വിഷമമായനല്ലേ.
അച്ഛൻ വന്നേ, ഞാൻ കാപ്പിട്ട് തരാം. ബാ അച്ഛൻ. എന്നെ മനസ്സിലായി, തൊട്ടടുത്ത വീട്ടുകാരനല്ലേ? ഐ ആം തോമസ് മാത്യു. ആ, യുവർ ഗുഡ് നെയിം പ്ലീസ്. ഗുഡും പാടും ഒക്കെ ആയിട്ട് എനിക്ക് ഒരു പേരേ ഉള്ളൂ, അത് അനന്തം പിള്ള. ഓ. അല്ല മാത്യു സാർ, ഇങ്ങനെ അങ്ങ് ചിരിക്കാനും മാത്രം ഞാൻ തമാശയൊന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ, ഈ മിസ്റ്റർ പിള്ളേ, കഴിഞ്ഞ 40 വർഷമായിട്ട് ഈ കേരളത്തിലുള്ള കോളേജുകളിലൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിച്ച് നടക്കുകയായിരുന്നു ഞാൻ. പക്ഷെ അന്നൊന്നും ഈ ഗുഡ് നൈം പ്ലേസിന്റെ പിറകെ ഇത്രത്തോളം ഒരു ചീത്തത്തരം ഉണ്ടായിരുന്നത് ഞാൻ മനസ്സിലാക്കിയിരുന്നേ ഇല്ല. അയ്യോ, ഇറ്റ് ഈസ് എ വെരി ഗുഡ് ജോക്ക്. അപ്പോൾ മാത്യു സാറ് വാദ്യരായിരുന്നല്ലേ? അങ്ങനെ കേവലം ഒരു പള്ളിക്കൂടം വാദ്യാരൊന്നും ആയിരുന്നില്ല, പ്രൊഫസറായിരുന്നു. ചുമ്മാ പ്രൊഫസറായിരുന്നു എന്ന് മാത്രം പറഞ്ഞാലും ശരിയാവില്ല. മഹാരാജാസ് കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആയിരുന്നു. മിസ്റ്റർ പിള്ളേ, IG മുതൽ സാദാ പോലീസ് വരെ, തുക്കട കളക്ടർ മുതൽ കേന്ദ്രമന്ത്രി വരെ എൻ്റെ സ്റ്റുഡൻസ് ആയിരുന്നു. ആ, അപ്പോൾ എല്ലാ കള്ളന്മാരെയും പഠിപ്പിച്ചിട്ടുണ്ട്. സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി ആ, മഹാരാജാസിൽ എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അല്ല, അപ്പോൾ മാത്യു സാറിന് എന്ത് പ്രായമുണ്ട്? അത്രയ്ക്കൊന്നുമില്ല. അല്ല, ഈ പറഞ്ഞ പാർട്ടി സിനിമയിൽ വന്നിട്ട് 10-30 വർഷമായെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിനൊരു 10 വർഷം മുമ്പെങ്കിലും ആയിരിക്കണമല്ലോ മഹാരാജാസി പഠിച്ചത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ മാത്യു സാറിൻ്റെ പ്രായം അതെന്തെങ്കിലും ആയിക്കോട്ടെ. അതായത് പല പല പ്രഗത്ഭരെയും ഞാൻ പഠിപ്പിച്ച് വിട്ടിട്ടുണ്ടെന്നേ. ഓ, അത് ശരിയായിരിക്കാം. പക്ഷേ ഈ പ്രഗത്ഭന്മാരെന്ന് പറഞ്ഞവരൊക്കെ ഈ താഴത്തെ ക്ലാസ്സിലേ ഞങ്ങൾ പാവപ്പെട്ട വാദ്യാരന്മാരാണ് തറാ പറ പഠിപ്പിച്ച് അങ്ങോട്ട് വിട്ടിട്ടുള്ളത്. അപ്പൊ കള്ളന്മാരെ പറയട്ടെ അവര് നിങ്ങളുടെ കോളേജിലും യൂണിവേഴ്സിറ്റിയിലും വന്നതിന് ശേഷമാണ് കള്ളന്മാരായത്. ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ആലോചിച്ചില്ല കേട്ടോ. അതെ, വേറൊരു കാര്യമുണ്ട്. എന്താ? ഈ തറ പണിയാതെ പുര പണിയാൻ പറ്റുകയില്ല. ഓ, തറ പണിതിട്ട് എന്ത് കാര്യം? ഭൂമി ഒന്ന് കുലുങ്ങിയാ പോരെ? എങ്ങനെ ഇരിക്കും? ചമ്മന്തി പോലെ ആയി പോകും.